ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വസുവായിട്ടൊരു ഡേ ഔട്ട്. കുറേ ദിവസമായി നമ്മൾ വിചാരിക്കണം വസുവിനെ മാത്രമായിട്ട്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അതിൻ്റെ പാർട്ടായിട്ടാണ് വസുവിനെ എവിടെയെങ്കിലും പാർക്കിലോ അവന് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വിചാരിച്ചു അവന് മാത്രമായിട്ട് ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. സൺകിസ്റ്റ് ആണ് ഗൈസ്, സൺകിസ്റ്റ്. കുരുക്കളെല്ലാം പിമ്പിൾസ് എല്ലാം ഉണർന്നിരിക്കുന്നു. ഹേ ചേട്ടാ, ഏട്ടന് സൺഗിസ്റ്റ് ഉണ്ട് കേട്ടോ. 4 മണി 5:30 1.5 മണിക്കൂർ എടുത്തു തമ്പാനൂരിൽ നിന്ന് പട്ടം വരെ പേട്ട വരെ. നമ്മൾ ഫസ്റ്റ് പോയത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിരുന്നു ആ ബീച്ച്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് ഒരു വീഡിയോയിൽ, ഇങ്ങനെ ഒരു കുറച്ച് ആൾത്തിരക്ക് കുറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടെന്ന്. അങ്ങനെ ശംഖുമുഖത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനൊക്കെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ അതിനെ കൊണ്ടാണ് നമ്മൾ ഇവിടെ വരാമെന്ന് വിചാരിച്ചത്. ബസ് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് എന്നൊക്കെ പറയുന്ന സംഗതി. അതിൽ വെള്ളത്തിലിറങ്ങാനാണ് മെയിൻ, പിന്നെ മണ്ണിൽ കളിക്കാം അവിടെ. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാനായിട്ടൊന്നും എന്നെ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ ഇവിടെ ഫ്രണ്ടിൽ കുറച്ചൊക്കെ ഇങ്ങനെ അഴുക്കല്ല, ഇങ്ങനെ കടലിൽ നിന്ന് വന്ന് അടിക്കുന്ന കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനെ ഞാൻ അവിടെ നിന്ന് പൊക്കി മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് നിർത്തി. അവിടുന്ന് അടുത്ത് തന്നെ പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കാൻ കുറേ പിള്ളേരുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഒട്ടും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല, ആളുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം വസം നല്ല ആവശ്യത്തിൽ അധികമായിട്ട് അവിടെ കിടന്ന് കളിച്ച് മറിഞ്ഞ്. അപ്പം അവന് കൊടുത്ത ഒരു ദിവസമാണ്. നമ്മളിങ്ങനെ പിള്ളേരെ മണ്ണിൽ വാരാൻ വിടണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളങ്ങനെ വിടാറില്ല, അധികമായിട്ട് അങ്ങനെ പിള്ളേരെ അങ്ങ് വിടാറില്ല. കാരണം അവന് പൊടിയുടെ ചെറിയ അലർജി ഉള്ളതിനെ കൊണ്ട് വിടാറില്ല. എന്തൊക്കെയുള്ള മണ്ണാണ് തമ്പുരാൻ അറിയാം. പിന്നെ അടുത്ത പരിപാടി ഇതായിരുന്നു. അവൻ അവിടെ കിടക്കുമ്പം അവൻ്റെ കാലിലും കയ്യിലൊക്കെ അച്ഛനെ മണ്ണൊക്കെ നിറച്ച് അവനെ അവിടെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കണം. അത് കുറേ നേരം നീണ്ടു നിന്നു. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തന്നെ അവന് ചെയ്തു കൊടുത്തോണ്ടിരിക്കണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ അവന് ചൊറിയണമെന്ന് പറഞ്ഞ് എണീറ്റപ്പോഴാണ് പിന്നെ മാറിയത്. അല്ലാന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് അത്രയും നേരം ഇതുമാതിരി തന്നെ ചെയ്തേനെ. ഒരു കാര്യം ചെയ്താൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളതിന് ബ്രേക്ക് എടുക്കാനോ മതിമക്കണോ എന്ന് പറയാൻ പാടില്ല. അവന് അത് മടുത്ത് എണീറ്റ് പോരണം. അതാണ് അവന്റെ ഇഷ്ടം. അനങ്ങല്ലേ കിടക്കണേ, ഫോട്ടോ എടുത്തോട്ട്. സൂപ്പർ കാണാൻ. അപ്പൊ ഈ മണ്ണ് വാരുന്നതിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതിനെ കൊണ്ട് അത് വാരാൻ വേണ്ടിയിട്ട് എവിടുന്നോ തന്നെ പോയി ഒരു ഡബ്ബ
സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് നമ്മൾ പണ്ട് കളിക്കില്ലേ ആ മണ്ണിൽ അപ്പം ചുട്ട് കളിക്കുന്ന ആ പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് മാത്രം ലെവലൊക്കെ ചെയ്തിട്ടാണ് ആള് തട്ടണത്. പക്ഷെ അവൻ അടിയിലേക്ക് കുറച്ചിങ്ങനെ നന്നായിട്ട് വെക്കാത്തതിനെ കൊണ്ട് അവൻ വെക്കുമ്പോഴേക്കും പൊളിഞ്ഞു പോകും. നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ട വേണ്ട തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങാനുള്ള പുറപ്പാടിലായി. കാരണം ഒരുപാട് വൈകി, നല്ല അവിടെ കിടന്ന് കളിച്ചു മറിഞ്ഞു, ദേഹം മുഴുവൻ മണ്ണാണ്. അപ്പൊ ഇനി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമേ കാറിൽ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് അവനെ നല്ല കുളിപ്പിച്ച്, നമ്മൾ വെള്ളമൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിർത്തി ദേഹം ഫുള്ളായിട്ട് കഴിച്ചില്ല, കയ്യും കാലൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അവിടുന്ന് നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ്. പാർക്കിൽ കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ എസ്കലേറ്റർ ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരും പിടിക്കണ്ട പറയണ്ട, തൊട പോലും വേണ്ട. അപ്പൊ ഞാൻ പിടിക്കുന്നതിനാണ് എന്നെ ഈ തട്ടി മാറ്റുന്നത്. പക്ഷെ ഒന്നുണ്ടത് ഈ സാധനം കണ്ടു, ട്രെയിൻ കയറി. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറിയേ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് കയറില്ല, ഞാനും കൂടെ ചെല്ലണം. അങ്ങനെ ഞാനും കയറി. പിന്നെ പാർക്കിൽ ചെന്ന് അവിടെ കുറച്ച് സീൻ ഉണ്ടാക്കി. അതിനെ കൊണ്ട് നമ്മളെ പാർക്ക് അവിടെ നിന്ന് ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ച് പോരാനുള്ള പ്ലാനായി. അവന് അവൻ്റെതായ ചില വാശികളൊക്കെ ഉണ്ട്. നമ്മൾ സാധിച്ചു കൊടുക്കാത്തതിനെ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആഹാരം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മതി അത്രേ. അങ്ങനെ അത് വാങ്ങിച്ച് അത് കഴിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ അതും കഴിച്ച് നമ്മൾ വിചാരിച്ചു സിനിമയ്ക്ക് പോവാം. അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് PVR കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഹലോ മമ്മി നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് സിനിമ കൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു. നല്ല സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഏട്ടനും നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ സിനിമ കണ്ട് അവിടെ നിന്ന് ഇറങ്ങും വഴി മക്ഡൊണാൾഡ്സിന്റെ ഈ ഒരു സംഗതി കണ്ട് ബസ് ഓടിക്കേറി, ബസ് ഫോട്ടോ എടുക്കുക വീഡിയോ ഒക്കെ എടുക്കെന്ന് പറഞ്ഞിട്ട് അവൻ 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്ത് നമ്മൾ തിരിച്ചു പോന്നു. അപ്പൊ ഒരു കുട്ടി ബസ് ഹോട്ടലൊരു ഡേ ഔട്ട് വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ലോഗ്സ്.